ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി രേഖാമൂലം പരാതി നൽകണമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതല്ല എങ്കിൽ രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പ് പറയണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ബാലഗോപാൽ തുടരുന്നുണ്ട്. ബാലു, ഒരു രേഖാമൂലം ഒരു ഒഫീഷ്യൽ കംപ്ലൈന്റുമായി കോൺഗ്രസ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുമോ, അതോ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ? ആര്യ, ഈ ഒരു രേഖാമൂലമുള്ള പരാതി, അതായത് ഡിക്ലറേഷനിൽ വിജ്ഞാപനത്തിൽ ഒപ്പുവെച്ചുകൊണ്ട് ഉള്ള ഒരു പരാതി നൽകുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് അത്തരത്തിലൊരു നീക്കം നടത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞ ആരോപണങ്ങൾ പലതും അടിസ്ഥാനരഹിതമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെ താൻ ഉന്നയിച്ച പരാതിയിൽ രാഹുൽ ഗാന്ധിക്ക് ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് രേഖാമൂലം ഈ മറുപടി നൽകാത്തത്? അതായത് ഒരു വിജ്ഞാപനത്തിൽ ഒപ്പിട്ടുകൊണ്ട് അദ്ദേഹം ഈ പരാതി നൽകാത്തത് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി ഒന്നുകിൽ ഈ അത്തരത്തിലൊരു രേഖാമൂലമുള്ള ഈ പരാതി നൽകണം, അതല്ല എങ്കിൽ അദ്ദേഹം രാജ്യത്തെ ജനങ്ങളോട് ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയതിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചതിന് മാപ്പ് പറയണമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. ഏതായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ആരും ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. മറിച്ച് കമ്മീഷനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി ഒന്നുകിൽ പരാതി നൽകണം, അതല്ല എങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്.